ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് സന്തോഷപൂർവ്വം സ്വീകരിച്ച ജീവിതം കച്ചവടത്തിലൂടെ, ധനസമ്പാദനത്തിലൂടെ, പ്രോഫിറ്റിലൂടെ അടുത്ത തലങ്ങളിലേക്ക് ഉയർത്താനും, അത് കൂടാതെ കുടുംബപരമായും സാമൂഹികപരമായും സാമ്പത്തികപരമായും ഉന്നതിയിലെത്താനും ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ എല്ലാവരുടെയും ബിസിനസ്സുകാരനാവുകയും ബിസിനസ്സുകാരിയാവുകയും ചെയ്തതിന്റെ പ്രഥമ ദൃഷ്ടിയായ ലക്ഷ്യമെന്ന് പറയുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യം തന്നെയാണ്. സമ്പത്ത് കൂടുതൽ എളുപ്പത്തിലും അനായാസേനയായും നമ്മളിലേക്ക്, അല്ലെങ്കിൽ അബൻഡൻസ് ആയും വളരെ വലിയ രീതിയിലും എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ജോലിക്ക് പോയാൽ മതി. ജോലിയിൽ പോകുമ്പോഴും ബിസിനസ് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, ജോലി നമ്മൾ ലിമിറ്റഡ് സമയത്ത് നിൽക്കുകയും ലിമിറ്റഡ് ആയിട്ടുള്ള തുക ലഭിക്കുകയും ചെയ്യുമ്പോൾ, ബിസിനസ് അൺലിമിറ്റഡ് സമയത്ത് പ്രവർത്തിക്കുകയും അൺലിമിറ്റഡ് ആയി കാശ് കിട്ടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ സമയത്തിന് ആണ് പ്രാധാന്യമെന്ന്, അല്ലെങ്കിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന എനർജിയാണ് പ്രാധാന്യമെന്ന് അറിയുക. മറ്റതിലാണെങ്കിൽ, ജോലിയിലാണെങ്കിൽ നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള എനർജി ഉപയോഗിക്കുകയും ലിമിറ്റഡ് ആയിട്ടുള്ള പണം ലഭിക്കുകയും ചെയ്യുന്നു. ബിസിനസ്സിലാകുമ്പോൾ അൺലിമിറ്റഡ് ആയിട്ടുള്ള എനർജി നമുക്ക് അവിടെ ഉപയോഗിക്കാനും അൺലിമിറ്റഡ് ആയിട്ടുള്ള സമ്പാദ്യം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എവിടെയാണോ നമ്മൾ അൺലിമിറ്റഡ് ആയി കൊടുക്കുന്നത്, അവിടെ അൺലിമിറ്റഡ് ആയി ലഭിക്കുകയും, എവിടെയാണോ നമ്മൾ ലിമിറ്റഡ് ആയിട്ട് നൽകുന്നത്, അവിടെ ലിമിറ്റഡ് ആയി ലഭിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ ഇത് വളരെ ലളിതമാണെന്ന് അറിയാം. എന്നാൽ അതിനെ മറ്റൊരു രൂപത്തിലേക്ക് ജീവിതത്തെ കണക്ട് ചെയ്ത് പറയാണ്, എവിടെയാണോ നിങ്ങൾ ലിമിറ്റഡ് ആയി സ്നേഹം നൽകുന്നത്, അവിടെ നിങ്ങൾക്ക് ലിമിറ്റഡ് ആയി സ്നേഹം ലഭിക്കുകയും, എവിടെയാണോ നിങ്ങൾ സ്നേഹം നൽകാതിരിക്കുന്നത്, അവിടെ നിങ്ങൾക്ക് സ്നേഹം ലഭിക്കാതിരിക്കുകയും ചെയ്യും. ഇതെല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ ഈ ക്ലാസ്സിൽ എപ്പോഴും പഠിപ്പിക്കുന്നത് ബിസിനസ്സിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നയാളും എങ്ങനെയാണ് ജീവിത വിജയത്തിന് അല്ലെങ്കിൽ അവരുടെ വിജയത്തിന് വേണ്ടി ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി ചിന്തിക്കേണ്ടതെന്നും, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള മാനിഫെസ്റ്റേഷൻ പോലുള്ള മെത്തേഡുകൾ വഴി എങ്ങനെ നമ്മുടെ ബിസിനസ്സിനെ അടുത്ത തലങ്ങളിലേക്ക് ഉയർത്താൻ സാധിക്കുന്നു എന്നാണ്. അടുത്ത തലത്തിലേക്ക് ബിസിനസ് ഉയർത്താൻ സാധിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇന്ന് തുടങ്ങിയ ബ്രാഞ്ച് ഒരു 5 സ്ഥലത്ത് പോയി ബ്രാഞ്ച് ഇടുക എന്നതൊന്നുമല്ല. നമ്മുടെ ബിസിനസ്സിൽ ഇന്ന് കിട്ടുന്ന പ്രോഫിറ്റിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് അടുത്ത ദിവസത്തിൽ ഉണ്ടാക്കുക എന്ന് മാത്രമാണ്. അതായത് ഇപ്പോഴുള്ള ബിസിനസ്സിൽ നിന്നും ഉയർന്നു എന്ന് ഒരാൾ പറയണമെങ്കിൽ, ഇപ്പോൾ കിട്ടുന്ന മാസാമാസം കിട്ടുന്ന 5 ലക്ഷം രൂപ ലാഭത്തിൽ നിന്നും 6 ലക്ഷമായി എനിക്ക് മാറിയെങ്കിൽ അയാൾ പ്രോഫിറ്റബിൾ മാൻ ആണ്. ഹി ഹാവ് ബിസിനസ് ഗ്രോത്ത്. അല്ലെങ്കിൽ അടുത്ത ഒരുപാട് ബിസിനസ്സിൽ പരാജയപ്പെട്ടവരുടെ കാര്യം പറയാം. ഒരു മാസം 25-30 ലക്ഷം രൂപ 50 ലക്ഷം രൂപ ബിസിനസ് ചെയ്യുന്നയാൾ അതിൽ 5 ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കുകയും അടുത്ത 2 മാസത്തിൽ പോയി അടുത്തൊരു 50 ലക്ഷം രൂപ 1 കോടി രൂപയെ ചെലവഴിച്ചുകൊണ്ട് അടുത്തൊരു ബ്രാഞ്ച് ഉണ്ടാക്കുകയും അവിടെ 2 ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കുകയും ഇവിടെ 2 ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഹീസ് ഓൺ ലോസ്. അയാൾ നഷ്ടമുള്ള അല്ലെങ്കിൽ എന്താ പറയാ ലൂസറായ ബിസിനസ്സുകാരനാണെന്ന് പറയും. ഇത് പലരും ആൾക്ക് ശ്രദ്ധിക്കുന്നില്ല. ആൾക്കാർ ബിസിനസ് സക്സസിനെ കൗണ്ട് ചെയ്യുന്നത് എത്ര ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്തു, എത്ര കൂടുതൽ സാധനങ്ങൾ എന്റെ കടയിൽ കയറ്റി വെച്ചു എന്നതാണ്. അല്ലെങ്കിൽ എന്റെ സ്ഥാപനത്തിൽ എത്ര കൂടുതൽ അസറ്റുകൾ ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇൻവെന്ററി വെച്ചു എന്നത്. ഇത് ബിസിനസിന് വിജയമല്ല. പകരം ബിസിനസിന് വിജയം എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ അബൻഡൻസ് ആയി നമ്മുടെ കയ്യിൽ സമ്പാദ്യം ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് കൂട്ടുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് നമ്മളെ എല്ലാവരും വിളിക്കുന്ന പേരെന്താണ്? ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ നമ്മൾ സ്വയം വിളിക്കുന്ന പേരെന്താണ്? നമ്മൾ സ്വയം വിളിക്കുന്ന പേരൊന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ. എന്നിട്ട് വേണം നോക്കാൻ. യൂട്യൂബ് വീഡിയോ കാണുന്നവർക്ക് ഈ വീഡിയോ ഞാൻ യൂട്യൂബിലും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് കാണട്ടെ ആൾക്കാർ കേട്ടോ. അവരൊക്കെ രക്ഷപ്പെടുന്ന നിങ്ങൾക്കും ഉണ്ടല്ലേ, അവരും രക്ഷപ്പെട്ടെ. അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം ഒഴിവാക്കിക്കൊണ്ട്, പ്രധാനപ്പെട്ട ഭാഗങ്ങളല്ല, നിങ്ങൾക്ക് മാത്രം നൽകുന്ന ചില കാര്യങ്ങൾ യൂട്യൂബിൽ പബ്ലിക് നൽകില്ല. അത് നമ്മളുടെ കണ്ടീഷനാണ് അല്ലെ. ഈ ക്ലാസ് ജോയിൻ ചെയ്തവർക്ക് മാത്രം കൊടുക്കുന്ന കാര്യമുണ്ട്. അതിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട കാര്യമാണ് ഇങ്ങനെ ഡിസ്കഷൻസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഇപ്പോൾ നടക്കുന്ന ചില ഘട്ടങ്ങളൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. അതൊക്കെ നമ്മൾ കോൺഫിഡൻസ് ആയിട്ട് തന്നെ മാത്രം കൈകാര്യം ചെയ്യുന്നതാണ്. അതിൽ നൽകുന്ന ഉപദേശങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ
നമ്മൾ പബ്ലിക്കിൽ കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ എല്ലാ പ്രോഫിറ്റ് മേക്കേഴ്സിനും ഇന്നത്തെ ഈ സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷനിൽ നമ്മൾ ഇന്ന് പറയുന്നത്, ഞാൻ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്ത് ക്ലാസ് എടുത്തിരുന്നു. നിങ്ങൾ എല്ലാവരും ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ചില ടെക്നിക്കൽ ഇന്നത്തെ ഈ കാര്യത്തിൽ ഞാൻ പറയുന്ന 2 കാര്യങ്ങളാണ്. ഒരു അഫർമേഷനും ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കിലൂടെയും നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിനെ അടുത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് അഫർമേഷനും പറഞ്ഞു തരും. അത് ലോ ഓഫ് അട്രാക്ഷൻ ഏത് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കണം പറയും. പബ്ലിക്കിൽ പോകുമ്പോൾ അവർക്ക് അഫർമേഷൻ മാത്രമേ കൊടുക്കുള്ളൂ. ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് നിങ്ങൾ ക്ലാസ്സിൽ മാത്രമായി ഒതുക്കുന്നത് എല്ലാവരുടെയും അസന്നിഗ്ധമായി പറയുകയാണ്, കാരണം അങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ 2 ഭാഗങ്ങളായിട്ടാണ് എന്ന് പറയുന്നത്. ആദ്യം തന്നെ നിങ്ങളുടെ ബിസിനസ്സിനെ 10x സ്പീഡിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ തയ്യാറാവണമെന്ന് പറയും. അതായത് 10 മടങ്ങ്, ഇപ്പോഴുള്ള ബിസിനസ്സിൽ നിന്ന് 10 മടങ്ങ് സ്പീഡായിട്ട് നിങ്ങളുടെ ബിസിനസ്സിനെ ഉയർത്താൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഞാൻ അതിനുള്ള അഫർമേഷൻ തരാം. 10x. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഇതിനു മുമ്പ് ചോദിച്ചിട്ട് എത്ര ബിസിനസ് ഉണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ റെഡിയായി നിൽക്കുക. അപ്പോൾ ഈ 2 അഫർമേഷൻസ് നിങ്ങൾ നിത്യവും എഴുതുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് 100% 10x സ്പീഡിലേക്ക് മാറുമെന്നുള്ളതാണ് പറയുന്നത്. ഇത് എങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിലൂടെ തന്നെയാണ് പറയുന്നത്. കുറച്ച് ലളിതമല്ല, കുറച്ച് നല്ല ബിസിനസ് ആകുമ്പോൾ നമ്മൾ എപ്പോഴും IR5 സിറ്റുവേഷൻ ഉപയോഗിച്ചാൽ ബിസിനസ് നടക്കൂല അല്ലെ. ബിസിനസ് കുറച്ചും കൂടി എനർജി കൂടുതൽ വേണം, കുറച്ചും കൂടി ഫോക്കസ് കൂടുതൽ വേണം, കുറച്ചും കൂടി ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ട കാര്യമാണ് ബിസിനസ് അല്ലെ. നമ്മൾ സാധാരണക്കാർ ചെയ്യുന്ന പോലെയും സാധാരണക്കാർ ജീവിക്കുന്ന പോലെയും ജീവിക്കാനുള്ളതാണോ ബിസിനസ്സുകാർ? അസാധാരണമായി ചിന്തിക്കുകയും അസാധാരണമായി ജീവിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ബിസിനസ്സുകാർ. സാധാരണക്കാരനാണെങ്കിൽ അവരുടെ എനർജിയിലാണ് ബിസിനസ്സുകാരനുള്ളതെങ്കിൽ പിന്നെ എന്താ വ്യത്യാസം ഉള്ളത്? ഒരുത്തൻ നമ്മളെടുത്ത് വന്ന് സാധനം മേടിക്കണമെങ്കിൽ നമ്മൾ അവനേക്കാളും വ്യത്യസ്തനായിരിക്കണം, അവനേക്കാളും എന്തോ കൂടുതൽ നമ്മളിൽ ഉള്ളതായിരിക്കണം നമ്മളെടുത്ത് വരുന്നത് അല്ലെ. അപ്പൊ സാധാരണക്കാർ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് ചിന്തിക്കാനും അതിനേക്കാളും പ്രവർത്തിക്കാനും അതിനപ്പുറത്തേക്ക് മുൻകൂട്ടി കാണാനും, മഴ വരുമ്പോ കൊട മേടിക്കാൻ വരുന്നവനാണോ ബുദ്ധിമാൻ, കൊട വാങ്ങിച്ച് കടയിൽ വെക്കുന്നവനാണോ ബുദ്ധിമാൻ? മഴ വരുന്നു എന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് കൊട കടയിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നവനാണ് യഥാർത്ഥ കച്ചവടക്കാരൻ. കൊട വാങ്ങിക്കാൻ വരുന്നവൻ ആവശ്യത്തിന് മാത്രമേ വരുള്ളൂ. അപ്പോൾ കൊട വാങ്ങിക്കുന്നവനെ പോലെ ചിന്തിക്കാതെ മുന്നേ കൊട വാങ്ങിച്ചു വെക്കുന്ന വ്യക്തിയായി മാറുക എന്നതാണ് ബിസിനസ്സിന്റെ സിമ്പിൾ കോൺസെപ്റ്റ്. അതായത് 1 മുളം മുമ്പേ എറിയുക. അത് അറിയുന്നവർക്ക് മാത്രമേ കച്ചവടക്കാരനാവാൻ പറ്റുള്ളൂ, അല്ലാത്തവന് പറ്റില്ല. ചെരുപ്പത്ത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പല സ്ഥലത്തും പറയുന്നുണ്ട്, പല കമ്പനികളിലും ട്രെയിനിങ്ങിന് പോകുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങളെല്ലാം ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധമുണ്ട്, സ്റ്റോക്ക് തീരുമ്പോ പോയി പുതിയ സ്റ്റോക്ക് എടുക്കും. യഥാർത്ഥത്തിൽ സ്റ്റോക്ക് തീരുമ്പോഴല്ല സ്റ്റോക്ക് എടുക്കേണ്ടത്, സ്റ്റോക്ക് കുറഞ്ഞു വരുമ്പോഴാണ് പുതിയ സ്റ്റോക്ക് എത്തിക്കേണ്ടത്. അപ്പോൾ മാത്രമേ ആ ചെയിൻ മുറിയാതെ പോവുകയുള്ളൂ. കാരണം ഇവിടെ സംഭവിക്കുന്ന ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ഒരു സാധനം, ഒരു പ്രൊഡക്റ്റ് നല്ല പ്രോഫിറ്റിൽ പോയിക്കൊണ്ടേയിരിക്കുകയാണെന്ന് കരുതിക്കോ. അപ്പോൾ അത് പെട്ടെന്ന് അത് തീർന്നു. അപ്പോൾ ഒരു കസ്റ്റമർ അത് വാങ്ങിക്കാനായി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അയാൾക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് കൊടുക്കും. അയാൾ പറയും, ഇത് വാങ്ങിച്ചോ, ഇത് കുഴപ്പമില്ല, ഇപ്പൊ നല്ലതാണ്, ഇതിന്റെ വില ഇത്രയുണ്ട്, നിങ്ങളിത് വാങ്ങിച്ചോളൂ, മറ്റേ പ്രൊഡക്റ്റ് ഇല്ല എന്ന് നിങ്ങൾ പറയില്ല, പകരം ഇത് അതിനേക്കാളും ബെറ്റർ ആണെന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിപ്പിക്കും, അവൻ വാങ്ങിക്കും. അങ്ങനെ 10 കസ്റ്റമർ വന്നാൽ 10 കസ്റ്റമർ നിങ്ങൾക്ക് പോകും, വിൽക്കും. അപ്പോൾ പിന്നെ ആ പഴയ പ്രൊഡക്റ്റ് തിരിച്ചു വന്നാൽ അതിന്റെ വാങ്ങിക്കാൻ എത്ര പേരുണ്ടാവും? വളരെ കുറവായിരിക്കും. ഇതൊന്നും പറയാതെ വിറ്റുപോയിട്ടിരിക്കുന്ന സാധനം ഇപ്പോൾ നമ്മൾ സമയം ചെലവഴിച്ചിട്ട് വിൽക്കേണ്ട അവസ്ഥയിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഒന്നാണെങ്കിൽ നമ്മൾ രണ്ടാമത് ചെയ്ത് തെറ്റല്ലേ? ഗുണമില്ലല്ലോ നമുക്ക്. ഇതിങ്ങനെ ചിന്തിക്കണം. കാരണം അങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഗുണകരമല്ല എന്നറിയുക. അനായാസേന വിറ്റ് പോകുന്ന സാധനം അനായാസേന പോയിക്കോട്ടെ. നമ്മൾ എഫേർട്ട് എടുത്ത് വിൽക്കണമെങ്കിൽ അതിൽ നമുക്ക് ഇത് കൂടുതൽ കിട്ടിയാൽ മാത്രം ചെയ്താൽ മതി, ഇല്ലെങ്കിൽ അതങ്ങ് പൊക്കോളും. ഇത് കൂടുതൽ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. കുറച്ചും കൂടി സമയം ഞാൻ അതിലേക്ക് ചെലവഴിക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി കൂടുതൽ കിട്ടണം, അല്ലെങ്കിൽ ഞാൻ ചെലവഴിച്ചിട്ട് കാര്യമില്ല അല്ലേ? ഒരു കാര്യമില്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക്
2 അഫർമേഷൻസ് പഠിക്കാം. ഈ 2 അഫർമേഷൻസ് എഴുതി നോക്കുക. ഇതെന്തെങ്ങനെ ചെയ്യേണ്ടത് എന്ന് കൂടി പറഞ്ഞു തരാം. ഈ അഫർമേഷൻസ് ആദ്യം എഴുതിക്കോളൂ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ജീവിതത്തിൽ കൃത്യമായ നമ്മുടെ ബിസിനസ്സിനെ അടുത്ത തലത്തിലേക്ക് ഉയർത്താനായിട്ട് നിങ്ങൾ നിത്യവും പ്രാക്ടീസ് ചെയ്യേണ്ട അഫർമേഷൻസ് ആണ്. കോമൺ ആയിട്ട് ഈ അഫർമേഷൻ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്നും കൂടി ഇവിടെ പറഞ്ഞു തരാം. അത് കൂടാതെ അത് കഴിഞ്ഞിട്ട് ഇതേ അഫർമേഷനെ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് പറയേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ എഴുതിക്കോളൂ അഫർമേഷൻസ്. ഇംഗ്ലീഷിലും മലയാളത്തിൽ രണ്ടിൽ പറയാം. നിങ്ങൾക്ക് ഏതാണോ ഉപയോഗിക്കേണ്ടത് അത് ഉപയോഗിച്ചോളൂ. ഐ ആം എ മാഗ്നറ്റ് ഫോർ ലിമിറ്റ്ലെസ് ഓപ്പർച്യൂണിറ്റീസ്. I am a magnet for limitless opportunities, and my business expand exponentially by aligning with bold, innovative strategies. ഞാൻ എഴുതി നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇട്ടേക്കാം. കാരണം ഇംഗ്ലീഷ് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൃത്യമായി കിട്ടിയെന്ന് വരില്ല. ഞാൻ ചാറ്റ് ബോക്സിൽ ഇംഗ്ലീഷിൽ എഴുതിയിട്ട് മലയാളത്തിൽ അതിന്റെ തർജ്ജമയും കൂടി പറയാം. I am a magnet for limitless opportunities, and my business expand exponentially by aligning with bold, innovative strategies. ഇത് മലയാളത്തിൽ എഴുതിക്കോളൂ. എന്റെ അനന്തമായ അവസരങ്ങൾ, ഞാൻ അനന്തമായ അവസരങ്ങളെ ആകർഷിക്കുന്നു. നവീനമായ തന്ത്രങ്ങളോടൊപ്പം നവീനമായ തന്ത്രങ്ങൾ സജ്ജീകരിക്കുന്നതിലൂടെ എന്റെ ബിസിനസ് ക്രമാതീതമായ മാറ്റം ഉണ്ടാക്കുന്നു. ഞാൻ അനന്തമായ അവസരങ്ങളെ ആകർഷിക്കുന്നു. നവീനമായ തന്ത്രങ്ങൾ സജ്ജീകരിക്കുന്നതിലൂടെ എന്റെ ബിസിനസ് ക്രമാതീതമായുള്ള മാറ്റം ഉണ്ടാക്കുന്നു. എഴുതിയിട്ടുണ്ടാവും അല്ലെ? രണ്ടാമത്തത്, ചലഞ്ചസ് ആർ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ്. I adapt with the resilience and turn obstacle into breakthrough for unstoppable growth. Challenges are stepping stones. I adapt with resilience and turn obstacles into breakthrough for unstoppable growth. പ്രതിസന്ധികൾ എന്റെ വളർച്ചയുടെ ചവിട്ടുപടികളാണ്. ഞാൻ അതിജീവനത്തോടെ മാറ്റങ്ങളെ നേരിടുകയും തടസ്സങ്ങളെ വിജയങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്നു. പ്രതിസന്ധികൾ എന്റെ വളർച്ചയുടെ ചവിട്ടുപടികളാണ്. ഞാൻ അതിജീവനത്തോടെ മാറ്റങ്ങളെ നേരിടുകയും തടസ്സങ്ങളെ വിജയങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്നു. Challenges are stepping stones. I adapt with resilience and turn obstacle into breakthrough for unstoppable growth. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് രണ്ടും എടുത്തോളൂ, ഏത് വേണമെങ്കിലും അത് എടുത്തോളൂ, ഒന്നും എടുത്താലും കുഴപ്പമില്ല. എല്ലാ ദിവസവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട വിധം, നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ഇരിക്കാനുള്ള സീറ്റോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാർത്ഥനാ സംവിധാനമോ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആ സീറ്റിൽ കയറി ഇരുന്നതിന് ശേഷം കണ്ണുകൾ ഒന്ന് അടക്കുക, നന്നായിട്ടൊന്ന് ബ്രീത്തിങ് ചെയ്യുക. സ്ഥാപനത്തിൽ എത്തുമ്പോൾ പലപ്പോഴും ഓടിപ്പിടിച്ചൊക്കെയാണ് നിങ്ങൾ എത്താറുള്ളത്, നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് അവിടെ പോയി സ്വസ്ഥമായിട്ട് 2 മിനിറ്റ് ഇരിക്കുക. ഇരുന്നതിന് ശേഷം കൃത്യമായ ശ്വാസോച്ഛ്വാസം നടത്തുക. ശ്വാസോച്ഛ്വാസം നടത്തി നിങ്ങളുടെ മനസ്സും ശരീരവും പൂർണ്ണമായി സ്വസ്ഥതപ്പെടുത്തിയതിനു ശേഷം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ചിലവർ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടാവും സ്ഥാപനത്തിൽ, അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. മാതാവിന്റെയോ ദൈവത്തിനു മുമ്പ് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷം കൃത്യമായി ഒരു 2 മിനിറ്റ്സ് ഇരുന്നതിന് ശേഷം ഈ അഫർമേഷൻ 11 തവണ ചൊല്ലുക. 11 ടൈംസ്. എത്ര ദിവസം എന്ന ചോദ്യത്തിന് ഒരു പ്രശസ്തിയും ഇല്ലാന്ന് ആദ്യം തന്നെ പറഞ്ഞു പോകുന്നു. കാരണം ഈ അഫർമേഷൻസിന് ഒരു ലിമിറ്റും ഇല്ല. നിങ്ങൾക്ക് എന്നും വേണ്ട സാധനമാണ്. അനന്തമായ അവസരങ്ങളെ ആകർഷിക്കുക എന്ന് പറയുന്നത്, നവീനമായ തന്ത്രങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്നും ആവശ്യമാണ്. ക്രമാതീതമായ മാറ്റം ഉണ്ടാക്കേണ്ടതും എന്നും ആവശ്യമായതുകൊണ്ട് എത്ര ദിവസം എന്നതിന് ഒരു പ്രശസ്തിയുമില്ല. എന്നും ചെയ്യുക.
എപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കും. പ്രതിസന്ധികൾ എന്റെ വളർച്ചയുടെ ചവിട്ടുപടികളാണ് എന്ന് പറയുന്നതിന് ഒരു ലിമിറ്റും ഇല്ല, എന്നും ആവശ്യമാണ്. അതുപോലെ തന്നെ ഞാൻ അതിജീവനത്തോടെ മാറ്റങ്ങളെ നേരിടുകയും തടസ്സങ്ങളെ വിജയങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ഈ കോമ്പറ്റീഷൻ പിടിച്ച വേൾഡിൽ നമ്മുടെ ബിസിനസ്സിൽ കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് ഇതെന്നും നമുക്ക് ഉപയോഗിക്കാവുന്ന ചലഞ്ചസ് ഇല്ലാതെ ബിസിനസ് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് എന്നും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അഫർമേഷൻ ആണ് ഈ രണ്ടെണ്ണം. ഇത് എങ്ങനെ നിങ്ങൾ ഓഫീസിൽ ഉപയോഗിക്കുന്നു എന്നും കൃത്യമായി ഞാൻ പറഞ്ഞു തന്നു. നിത്യജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുക. അബണ്ടൻസ് ആയിട്ടുള്ള അൺലിമിറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ സ്ഥാപനത്തിൽ വരും. ഇത് ചെയ്തുകൊള്ളുക. നിങ്ങൾക്ക് എന്നും ബിസിനസ്സിൽ കൂടുതൽ കൂടുതൽ മാറ്റങ്ങൾ വരാനും ഉയർച്ച ഉണ്ടാക്കാനും ബിസിനസ് പ്ലാനിനെ പറ്റിയൊക്കെ ഞാൻ വിശദമായി മുമ്പേ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മാസത്തെ നിങ്ങൾ എത്ര പ്ലാൻ ഉണ്ടാക്കും, ദിവസമായി ബ്രേക്ക് ഡൗൺ ചെയ്യുക, എല്ലാ ദിവസവും ചെയ്തു വരുമ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം അത് നോക്കുക. അത് നമ്മൾ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതെല്ലാം പാലിച്ചുകൊണ്ട് രാവിലെ ഇരിക്കുമ്പോൾ ടേബിളിൽ പോയിരുന്ന ഉടനെ തന്നെ ഇത് ആദ്യം നിങ്ങൾ പറ്റുമെങ്കിൽ ആദ്യം ഒരു പേപ്പറിൽ എഴുതി വെച്ചോളൂ. എന്നിട്ട് ആ പേപ്പറിൽ നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞാലും മതി. പിന്നെ ആകുമ്പോൾ നിങ്ങൾക്ക് ബൈ ഹാർട്ടായിട്ട് പറയാൻ പറ്റണം. ഇതിങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് പറയാൻ പറ്റണം. അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുന്നവർ നിത്യജീവിതത്തിൽ ഭാഗമാക്കി മാറ്റുക എന്ന് മാത്രമാണ്. ഈ 11 തവണ പറയുമ്പോൾ തന്നെ 2-3 ദിവസം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മയിൽ വരും. പിന്നെ നിങ്ങൾക്ക് പേപ്പർ ഒന്നും വേണ്ടി വരില്ല. പേപ്പർ ഉപയോഗിക്കുന്നത് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക. ഓർക്കാൻ പറ്റാത്തവർക്ക് പേപ്പർ ഉപയോഗിച്ചോളൂ. എന്നിട്ട് കൃത്യമായി പ്രാർത്ഥനയുള്ള രാവിലെ സ്ഥാപനത്തിൽ കയറി സ്ഥാപനത്തിൽ ഒരു സ്ഥലത്ത് ഇരുന്നതിന് ശേഷം അത് കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇത് വളരെ കൃത്യമായി പഠിക്കുക. ഇനി ഇത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള അഫർമേഷൻ പ്രാക്ടീസ് ആണ്. ഇനി ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് കൂടി നിങ്ങൾക്ക് ഇതിനു വേണ്ടി